Dear student, welcome to another class of income tax. So we are discussing the income from other sources. The next topic under this chapter is interest on securities. Under the Income Tax Act, it does not define the term security. But in general meaning, we have to say that a security means a document acknowledging the debt taken by the government or some other establishment from the general public. So it is a document which is acknowledging a debt. ഒരു ഡെപ്റ്റ് അക്നോളജ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റിനെയാണ് നമ്മൾ സെക്യൂരിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓൾസോ ദ ഇൻകം ഫ്രം സെക്യൂരിറ്റീസ് ഇസ് ഓൾസോ ചാർജബിൾ ടു ഇൻകം ടാക്സ് അണ്ടർ ദിസ് ഹെഡ്. അപ്പം ഈ ഒരു അതർ സോഴ്സ് എന്നുള്ള ഹെഡിലേക്ക് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി, സെക്യൂരിറ്റീസിന്റെ ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന ഇൻകം എല്ലാം തന്നെ ഈ ഒരു ഹെഡിൽ ടാക്സ് ചാർജ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിന് ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. സോ സെക്ഷൻ 2 സബ്സെക്ഷൻ 28B പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാ? ഇൻട്രസ്റ്റ് ഓൺ എനി സെക്യൂരിറ്റി ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ സെൻട്രൽ ഗവൺമെന്റിന്റെയോ സെക്യൂരിറ്റീസ് വഴിയുള്ള ഇൻട്രസ്റ്റ്. ഓക്കെ, രണ്ടാമതായിട്ട് അതിൽ വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ഓർ അതർ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ or on behalf of a local authority or a company or a corporation established by a central or provincial act. സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക നിയമപ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കോർപ്പറേഷനോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു ലോക്കൽ അതോറിറ്റിക്കോ വേണ്ടിയോ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസോ അതല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിലൂടെയോ ഒക്കെ ഉള്ള ഇൻട്രസ്റ്റ്. ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്നുള്ളത് കൊണ്ട് സെക്ഷൻ 2 സബ്സെക്ഷൻ 28B ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, then അതിന്റെ ബേസിസ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് ഇൻകം ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഇസ് ടാക്സബിൾ ആസ് പെർ ക്യാഷ് ബേസിസ് ഓർ ഓൺ ഡ്യൂ ബേസിസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് റെഗുലർലി ഫോളോഡ് ബൈ ദി SSE. ആ ഒരു SSE ഏത് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ആണ് അയാൾ ഉപയോഗിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ബേസിസ് ഓഫ് ചാർജ് എന്ന് പറയുന്നത്. നോർമലി നമുക്കറിയാം അത് ക്യാഷ് ബേസിസിൽ അല്ലെങ്കിൽ ഡ്യൂ ബേസിസിലാണ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിന്റെ ഇൻകം നമ്മൾ ടാക്സ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഡ്യൂ ഡേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദ ഇൻട്രസ്റ്റ് ഷാൽ ബി ടാക്സബിൾ വെൻ സച്ച് ഇൻട്രസ്റ്റ് ഫോൾസ് ഡ്യൂ. എന്നാണ് ഡ്യൂ ആവുന്നത് ആ സമയത്താണ് ടാക്സ് ആവുന്നത്, ടാക്സ് ലയബിലിറ്റി വരുന്നത്. സോ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി ഷാൽ അക്രൂ ഓൺ ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഇഷ്യൂയിങ് അതോറിറ്റി. നമുക്കറിയാം ഓരോ സെക്യൂരിറ്റീസിന്റെയും ഒരു പ്രിസ്ക്രൈബ്ഡ് ഡ്യൂ ഡേറ്റ് അവർ ഇഷ്യൂയിങ് അതോറിറ്റി പറയുന്നുണ്ട്. അപ്പൊ അതിന് തന്നെയാണ് ആ ഒരു ഡേറ്റിന് തന്നെയാണ് അത് accrue on. The interest on security shall accrue on the due date of the interest as prescribed by the issuing authority. Then interest on securities is chargeable in the hands of the person who happens to be its owner at the time when the interest become due. അപ്പൊ ആർക്കാണ് അതിന്റെ ഇത് വരുന്നത്? ആരാണോ അത് കൈവശം വെക്കുന്നത് അല്ലെ, ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്ത് ആ ഒരു സെക്യൂരിറ്റി ആരുടെ കൈവശമാണോ ഇരിക്കുന്നത് അയാൾക്കാണ് അതിന്റെ ലയബിലിറ്റി വരുന്നത്. ഓക്കെ, then expenditure allowed as a deduction. So the expenses such as collection expenditure, interest on loan, in any other expenditure are deductible from the interest income. അപ്പൊ നമുക്ക് സെക്യൂരിറ്റീസ് വഴിയുള്ള നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്തു, ആ ഇൻകത്തിൽ നിന്നും അതുമായിട്ട് റിലേറ്റ് ചെയ്ത എക്സ്പെൻസസ് ഉണ്ടാവാം, ആ എക്സ്പെൻസസ് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെ, അവര് ഡെപ്റ്റിനെ അക്നോളജ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അത് ഇൻകം ടാക്സിൽ നമുക്ക് ലയബിലിറ്റി വരുന്നതാണ്. ഈ അതർ സോഴ്സ് എന്നുള്ള ഹെഡിൽ സെക്യൂരിറ്റീസ് വഴിയുള്ള ഇൻട്രസ്റ്റ് ഇൻകം ടാക്സബിൾ ആണ്. അപ്പൊ അത് 2 സബ്സെക്ഷൻ 28B പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ബേസിസ് ഓഫ് ചാർജും അതുപോലെ തന്നെ ഡ്യൂ ഡേറ്റ്, ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചർ, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസുമായി റിലേറ്റ് ചെയ്തു വരുന്ന എക്സ്പെൻഡിച്ചറിനെല്ലാം തന്നെ ഇവിടെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, the next പറയുന്നത് types of securities ആണ്. Mainly there are 4 types of securities. The first one is tax-free government securities. Tax-free government securities. So interest on these securities is fully exempted from tax under section 10 subsection 15. അപ്പൊ ഇത് എന്തിനു വരില്ല? ഇത് ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ഓക്കെ, ഇതിന് ടാക്സ് ലയബിലിറ്റിയും വരില്ല, ഇത് ടോട്ടൽ ഇൻകത്തിന്റെ ഭാഗവും ആവില്ല. ഇറ്റ് ഇസ് ഫുള്ളി എക്സംപ്റ്റഡ് ആണ് 10 സബ്സെക്ഷൻ 15 പ്രകാരം ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ. Then less tax government securities ആണ്. So ഈ securities, these are either issued by the central or state government and these are taxable securities but no tax is deducted at the source on such a securities. Hence the interest on such a securities will not be grossed up.
ലെസ് ടാക്സ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞത് സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആണ്. അതുപോലെ തന്നെ ടാക്സബിൾ സെക്യൂരിറ്റീസ് ആണ്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അറ്റ് സോഴ്സിലോ ടാക്സ് ഡിഡക്ട് ചെയ്യുന്നില്ല. ദെൻ ഇൻട്രസ്റ്റ് ഓൺ സച്ച് സെക്യൂരിറ്റീസ് വിൽ നോട്ട് ബി ഗ്രോസ് അപ്പ്. നമ്മൾ ഇതിന്റെ ഇൻട്രസ്റ്റ് ഗ്രോസ് അപ്പ് ചെയ്യുന്നില്ല. അപ്പം ലെസ് ടാക്സ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആർ ദ ടാക്സബിൾ സെക്യൂരിറ്റീസ്. ഓക്കെ. Then tax-free non-government securities ആണ്. Tax-free government securities, less tax government securities. Then third one ആണ് tax-free non-government securities. Tax-free non-government securities are issued by local authority or a statutory corporation or a company. And these securities are not tax-free. Tax-free non-government securities എന്നാണ് പറയുന്നത്. ഇത് ആക്ച്വലി എന്തല്ല, ടാക്സ് ഫ്രീ അല്ല. ഇവിടെ ടാക്സ് ഫ്രീ ആവുന്നത് എന്തുകൊണ്ടാന്നുള്ളത് നമുക്ക് നോക്കാം. ആ ഒരു ടേം എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത്. The means the tax on the interest amount is actually paid by the company or local authority or statutory corporation which issues these security. അപ്പൊ ഇവിടെ ആരാണോ ഈ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നത് അവരാണ് എന്തടയ്ക്കുന്നത്, ഇതിന്റെ ടാക്സ് അടയ്ക്കുന്നത്. ആ ഹോൾഡർ എന്ത് ചെയ്യുന്നില്ല, സെക്യൂരിറ്റി ഹോൾഡർ ടാക്സ് അടയ്ക്കുന്നില്ല. അതുകൊണ്ടാണ് അത് ടാക്സ് ഫ്രീ നോൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ടാക്സ് ബർഡൻ ഗോസ് ടു ദി കമ്പനി, നോട്ട് ടു ദ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ഹോൾഡർ. അപ്പൊ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം, സെക്യൂരിറ്റി ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇസ് എ ടാക്സ് ഫ്രീ, ബട്ട് ഇറ്റ് ഇസ് ടാക്സസ് പെയ്ഡ് ബൈ ദ കമ്പനി വിച്ച് ഇസ് ഇഷ്യൂസ് ദ സെക്യൂരിറ്റി. And the SSE get a full amount of interest from the company without deducting any tax. SSE ക്ക് എന്ത് ചെയ്യും, ആ ഫുൾ എമൗണ്ട് കിട്ടും. എത്രയാണോ സെക്യൂരിറ്റീസിന്റെ എമൗണ്ട് പറയുന്നത് അത് ഫുൾ ആയിട്ട് ആൾക്ക് കിട്ടും. The tax paid by the company on the interest is to be added with the interest received by the SSE. അപ്പൊ കമ്പനി അടച്ച ടാക്സ് പോർഷൻ ഉണ്ടല്ലോ, it is to be added along with the interest which is received by the SSA, and this gross up amount shall be included in his total income. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്രോസിംഗ് അപ്പ് എന്ന് പറയുന്നത്. The interest portion is added with the interest received. Sorry, the tax paid by the company on the interest is added with the interest which is received by the SSA. ഇപ്പോൾ സപ്പോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 10% ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു 10% ടാക്സ് ഫ്രീ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പം ആ ഡിബഞ്ചർ ഹോൾഡർക്ക് എന്ത് ചെയ്യും, ആ ഇൻട്രസ്റ്റ് എമൗണ്ടും പ്ലസ് ആ ടാക്സ് അടച്ചിട്ടുള്ള കമ്പനി അടച്ച ഒരു ടാക്സ് പോർഷൻ ഉണ്ടല്ലോ അതും കൂടെ കൂട്ടിയിട്ടാണ് ആക്ച്വൽ എമൗണ്ട് ആൾക്ക് ലഭിക്കുന്നത്. അപ്പൊ നോർമലി ആൾക്ക് എന്ത് കിട്ടും, 10% ടാക്സ് ഫ്രീ ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ ഡിബഞ്ചർ ഹോൾഡർ എൻറ്റയർ എമൗണ്ട്, അതായത് 10% കാൽക്കുലേറ്റ് ചെയ്യുന്ന എൻറ്റയർ എമൗണ്ട് റിസീവ് ചെയ്യും. പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട്, എന്താണ്, amount included in the income of the debenture holder. അല്ലെ, ആ ഡിബഞ്ചർ ഹോൾഡർക്ക് കിട്ടുന്ന ഇൻകത്തിൽ എന്തും കൂടെ ഇൻക്ലൂഡഡ് ആണ്, ആക്ച്വലി ആൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റും പ്ലസ് കമ്പനി അടയ്ക്കുന്ന ടാക്സ് പോർഷൻ വരും. അതിനാണ് നമ്മൾ ഈ ഗ്രോസിംഗ് അപ്പ് എമൗണ്ട് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് പ്ലസ് ടാക്സ് പോർഷൻ ഇസ് ഇൻക്ലൂഡഡ്. അപ്പൊ ടാക്സ് ഫ്രീ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടും ടാക്സ് ഫ്രീ അല്ല എന്ന് മനസ്സിലായല്ലോ. ടാക്സ് ഫ്രീ ആവുന്നത് ആർക്കാണ്, ആ ഇൻഡിവിജ്വൽ ഹോൾഡർക്ക് ടാക്സ് ഫ്രീ ആണ്, കാരണം അവിടെ കമ്പനി ആൾക്ക് ടാക്സ് പേ ചെയ്യുന്നുണ്ട്. ഓക്കെ. Then next വരുന്നത് ലെസ് ടാക്സ് നോൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ്. സോ ഇവിടെയും ദീസ് സെക്യൂരിറ്റീസ് ആർ ടാക്സബിൾ സെക്യൂരിറ്റീസ്. In the case of these securities, income tax is deducted at a source on the amount of interest calculated at a percentage stated on the securities. അപ്പോൾ നമ്മൾ 10% സെക്യൂരിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ ആ 10% വെച്ചിട്ട് എന്ത് ചെയ്യും, അറ്റ് സോഴ്സിൽ ടാക്സും അല്ലെ ഒരു പെർസെൻറ്റേജ് ബേസിലാണ് നമുക്കറിയാം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓരോ സെക്യൂരിറ്റീസിനെയും ഒരു ഫിക്സഡ് പെർസെൻറ്റേജിലാണ്, അത് സെക്യൂരിറ്റീസിൽ തന്നെ പറയും 5% ആണ് എത്രയാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഇത് ടാക്സബിൾ സെക്യൂരിറ്റീസ് ആണ്. അപ്പോൾ ഈ ഒരു സെക്യൂരിറ്റീസിന്റെ കേസിൽ എന്താ ചെയ്യുന്നത്, ഇൻകം ടാക്സ് ഡിഡക്ട് ചെയ്യുന്ന മറ്റു സോഴ്സിൽ തന്നെ ആ ഒരു ഇൻട്രസ്റ്റ് എമൗണ്ടിന്റെ മുകളിൽ. Okay, and balance of the amount of interest is paid to the security holder. എന്ത് ചെയ്യും, ആ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിന്റെ നിശ്ചിത ശതമാനം ഇൻട്രസ്റ്റിന്റെ മേലിൽ ടാക്സ് അടയ്ക്കും. ദെൻ ബാലൻസ് എമൗണ്ട് എത്രയാണോ ഉള്ളത് അത് ആ സെക്യൂരിറ്റി ഹോൾഡർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദ ഗ്രോസ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഷാൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ടോട്ടൽ ഇൻകം ഓഫ് ദി SSE. ഈ ടോട്ടൽ എമൗണ്ട് ആണ് SSEയുടെ ടോട്ടൽ ഇൻകത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ 4 തരത്തിലുള്ള സെക്യൂരിറ്റീസ് ആണ് വരുന്നത്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, തിയറിറ്റിക്കലി ചോദിക്കാവുന്നതാണ് ഈ ഏരിയാസ് എല്ലാം. ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ലെസ് ടാക്സ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ടാക്സ് ഫ്രീ നോൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ലെസ് ടാക്സ് നോൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. അപ്പൊ ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഫ്രീ ആണ്. ലെസ് ടാക്സ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഇഷ്യൂ ചെയ്യുന്നത് ഈ രീതിയിലുള്ള സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ആണ്. ഇത് ടാക്സബിൾ സെക്യൂരിറ്റീസ് ആണ്, പക്ഷേ സോഴ്സിൽ ടാക്സ് ഡിഡക്ട് ചെയ്യണില്ല. ഓക്കെ. ദെൻ ടാക്സ് ഫ്രീ നോൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പറയുമ്പോൾ ഓർക്കാതെ കംപ്ലീറ്റ് ടാക്സ് ഫ്രീ അല്ല, അവിടെ കമ്പനി അല്ലെങ്കിൽ ആരാണോ അത് ഇഷ്യൂ ചെയ്യുന്നത് അവർ ടാക്സ് അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ആ ഇൻട്രസ്റ്റ് എമൗണ്ടോട് കൂടി ആഡ് ചെയ്തിട്ട് അത് ആ പോളിസി ഹോൾഡർക്ക് സെക്യൂരിറ്റി ഹോൾഡർക്ക് ഇഷ്യൂ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ.
Then less tax non-government securities എന്ന് പറയുന്നത് ടാക്സബിൾ സെക്യൂരിറ്റി ആണ്. ഈ ഒരു കേസിൽ അറ്റ് സോഴ്സിൽ ടാക്സ് ഡിഡക്ട് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ മുകളിൽ. ഓക്കെ, ബാലൻസ് എമൗണ്ട് എന്ത് ചെയ്യും, സെക്യൂരിറ്റി ഹോൾഡർക്ക് ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ, അതാണ് 4 തരത്തിലുള്ള സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ടാക്സ് ഫ്രീ സെക്യൂരിറ്റീസ് ആണ്. അതായത് നമ്മൾ ഇനി പറയുന്ന തരത്തിലുള്ള സെക്യൂരിറ്റീസ് എല്ലാം തന്നെ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഇറ്റ് ഇസ് ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് ഫോർ ഓൾ ദി എസ്എസ്സീസ്. എല്ലാ എസ്എസ്സീസിനും നമ്മൾ ഇനി പറയുന്ന സെക്യൂരിറ്റീസ് എല്ലാം തന്നെ ടാക്സ് ഫ്രീ ആണ്. അതിൽ ഒന്നാമത്തേതാണ് 12-year നാഷണൽ സേവിങ്സ് ആന്വിറ്റി സർട്ടിഫിക്കറ്റ്. അപ്പൊ ഈ പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതെല്ലാം തന്നെ ഇതിനൊന്നും തന്നെ ടാക്സ് ലയബിലിറ്റി വരുന്നില്ല. നാഷണൽ ഡിഫൻസ് ബോണ്ട് 1980, സ്പെഷ്യൽ ബിയറർ ബോണ്ട് 1991, അതുപോലെ ട്രഷറി സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് 10-year. നെക്സ്റ്റ് വരുന്നത് പോസ്റ്റ് ഓഫീസ് ക്യാഷ് സർട്ടിഫിക്കറ്റ് 5 years, നാഷണൽ പ്ലാൻ സർട്ടിഫിക്കറ്റ് 10-year, then 12-year നാഷണൽ പ്ലാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. Next one is post office national savings certificate 12-year or 7 years. The ninth tax-free securities is post office savings bank account. In case of individual account, the maximum exemption limit is 3,500, and in case of a joint account, maximum exemption limit is 7,000. So post office savings bank account രണ്ട് രീതിയിലാണ്. ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണെങ്കിൽ അവിടെ 3,500 ആണ് മാക്സിമം എക്സംഷൻ കിട്ടുന്നത്. അതുപോലെ ജോയിന്റ് അക്കൗണ്ട് ആവുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 7,000 വരുന്നുണ്ട് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, then the next one is post office cumulative time deposit account, special deposit scheme 1981, fixed deposit scheme governed by the government savings certificate, fixed deposit, then rule 1968, fixed deposit rule 1968 പ്രകാരമുള്ള fixed deposit scheme which is governed by the government savings certificate rule 1968. Then fixed deposit scheme governed by the post office rule 1968. Then public account in post office up to rupees 5,000. public account post office ഉള്ള public account ലാണെങ്കിൽ 5,000 രൂപ വരെ tax free securities ആണ്. Then bond issued by the local authority and specified by the central government അതുപോലെയുള്ള local authority ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകൾ. Then the last one is gold deposit bond 1999. അപ്പൊ ഇത്രയുമാണ് ടാക്സ് ഫ്രീ ആയിട്ടുള്ള എല്ലാ അസസീസിനും ടാക്സ് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനൊന്നും തന്നെ ആർക്കും ടാക്സ് ലയബിലിറ്റി വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് HUF. അപ്പൊ ടാക്സ് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന സെക്യൂരിറ്റീസ് ഇൻ കേസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് HUF, the first one is interest on 7% capital investment bond. The next one is interest on 8% relief bond 2002, 6.5 savings bond 2003, and the last one is interest on notified bond or debentures of public sector companies. ഈ പറയുന്ന മൂന്നെണ്ണം ആർക്ക് മാത്രമേ ഉള്ളൂ, ഇൻഡിവിജ്വൽസ് ആൻഡ് HUF-ന് മാത്രമായിട്ട് ലഭിക്കുന്ന ടാക്സ് ഫ്രീ സെക്യൂരിറ്റീസ് ആണ്. പക്ഷെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള ഈ 16 സെക്യൂരിറ്റീസും എല്ലാവർക്കും ടാക്സ് ഫ്രീ ആയിട്ടുള്ളതാണ്. ഓക്കെ, so next topic is interest exempted. So there are certain interest income which is exempted from tax. So the amount of interest which is exempted from income tax is, the first one is interest on notified securities, bond, certificates, deposits, etc. The interest on these securities, bonds and certificates, it is exempted. Then interest on notified capital investment bond, it is also exempted. Then interest on notified relief ബോണ്ടുകൾ. അപ്പൊ നമ്മൾ റിലീഫ് ഫണ്ട്, പ്രൈം മിനിസ്റ്ററുടെ റിലീഫ് ഫണ്ടിലേക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെയുള്ള റിലീഫ് ബോണ്ടുകൾ ഉണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്, അതിന്റെ ഇൻട്രസ്റ്റ്. Then interest on notified bond in the hands of a non-resident, exempted interest ആണ്. Then interest on non-resident external account in the hand of a non-resident Indian in any bank in India in accordance with the provisions of Foreign Exchange Regulation Act 1973. അപ്പൊ ഈ ഒരു പോയിന്റിൽ പറയുന്നത് എന്താണ്, ഒരു ഇൻട്രസ്റ്റ് അല്ലെ നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ടിൽ, അത് ആർക്കുള്ളതാണ്, നോൺ റെസിഡന്റ് ഇന്ത്യൻ ആയിട്ടുള്ള നോൺ റെസിഡൻസ് അവർക്ക് ലഭിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട്, അതും എക്സംപ്റ്റഡ് എമൗണ്ട് ആണ്. അത് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് 1973 പ്രൊവിഷൻസ് അനുസരിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഒരു ബാങ്കിൽ നിന്നും ഒരു ഇന്ത്യൻ നോൺ റെസിഡന്റിന് അവർക്ക് ഈ ഒരു അക്കൗണ്ടിലൂടെ ലഭിക്കുന്ന ഇൻട്രസ്റ്റ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ നോട്ടിഫൈഡ് സേവിംഗ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ട് 1999 or deposit certificate under gold monetization scheme 2015. Then also the last item ആണ് interest exempt ചെയ്തിട്ടുള്ള last item ആണ് dividend from a domestic company. Any income by way of a dividend from a domestic company shall be exempt. Section 10 subsection 34. So these are the incomes which are exempted from
ഇൻകം ടാക്സ്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് പറഞ്ഞു. അത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ആണുള്ളത്? ടാക്സ് ഫ്രീ സെക്യൂരിറ്റീസ്, അത് എല്ലാവർക്കും ബാധകമായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഇൻഡിവിജ്വൽസ് ആൻഡ് HUFന് മാത്രം ടാക്സ് ഫ്രീ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഇൻകം, അത് എക്സംപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ 8 ഐറ്റം ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, ഇതിലൂടെയുള്ള എല്ലാ ഇൻട്രസ്റ്റും തന്നെ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്